ചാത്തൻ സേവയിൽ വൺസ് ഒക്കെ ചെന്ന് പെട്ടുപോകുന്നവർ ഇനിയും തിരിച്ചു വരവില്ല. അതല്ല ഓറ ക്ലെൻസിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അങ്ങ് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോ എന്റെ ഓറ ക്ലെൻസ് ചെയ്യണം, എനിക്ക് സ്വയമായി ചെയ്യാൻ സാധിക്കുമോ? പറ്റുമെങ്കിൽ അത് എങ്ങനെയാണ് സാധിക്കുക? ഓറയുടെ കേസിലും നമുക്ക് ചെയ്യാനായിട്ട് അതിനാണ് നാമജപങ്ങളൊക്കെ, സങ്കീർത്തനങ്ങളൊക്കെ. നല്ല നാമസങ്കീർത്തനങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലെൻസിങ്ങിനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഭജൻസ്, എല്ലാ മതങ്ങളും ഭജൻസ് ഇല്ല. നമുക്ക് 24 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ട്. അതിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി ഉപാസന ചെയ്യണം. ഈ നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾ, ഈ വിശ്വാസം അങ്ങ് കൂടുതലാകുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ആത്മഹത്യകൾ ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ മോക്ഷം അല്ലെങ്കിൽ പുനർജന്മത്തിൽ വിശ്വസിച്ചുകൊണ്ട്. അതൊക്കെ ഒരു തരത്തിലുള്ള മണ്ടത്തരങ്ങളല്ലേ? തീർച്ചയായിട്ടും അജ്ഞതയാണല്ലോ ഇതിനെല്ലാം കാരണം. ഇപ്പം കാശിയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ ഗംഗയിൽ മുങ്ങിച്ചാകുന്നവരുണ്ട്, പോയി അല്ലെങ്കിൽ സ്വയം അഗ്നിയിൽ ചാടി മരിക്കുന്നവരുണ്ട്, മോക്ഷം കിട്ടും എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇതൊക്കെ അന്ധവിശ്വാസങ്ങൾ തന്നെ, അറിവില്ലായ്മയാണല്ലോ എപ്പോഴും. അന്നത്തെ കാലത്ത് ഇത്രയൊക്കെ അറിവുകൾ ലഭിക്കാനായിട്ടുള്ള അവസരങ്ങളും വളരെ വിരളമായിരുന്നു. ഇന്നിപ്പോൾ നമ്മളുടെ വിവര സാങ്കേതിക ടെക്നോളജിയുടെ യുഗമാണ്. ഒരുപക്ഷെ നമ്മുടെ ഋഷീശ്വരന്മാർ യോഗീശ്വരന്മാരൊക്കെ പിറവിയെടുത്ത ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിലും അവരുടെയൊക്കെ ആശയങ്ങൾ എത്രയോ സ്പീഡിൽ എൻലൈറ്റഡ് ആയേനെ. അന്ന് അവർ കാൽനടയായിട്ട് ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് പോയി ആൾക്കാരിലോട്ട് എന്നിട്ട് എത്തുന്നില്ല. ഏത് മഹാത്മാക്കളും മഹാഗുരുക്കന്മാരും അവസാനം ഇവിടെ ഭൗതികതയിൽ നിന്ന് ഈ ആശയം പ്രചരിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവരെല്ലാം വേദനയോടെ അവസാനം വരിക്കുന്നു. കാരണം അണികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഇവരുടെ ഉള്ളിൽ ആ ഇതുണ്ട്, പക്ഷെ എത്തുന്നില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ സന്യാസിമാരൊക്കെ ഇവിടം വിട്ട് പോയത്. ഏതെങ്കിലും ഗുഹകളൊക്കെ ഇരുന്ന് അവരിത് അനുഭവിച്ചങ്ങോട്ട് പോയി. അപ്പോൾ ഭൗതികതയിൽ നിന്നുകൊണ്ടും ശരിക്കും ഒരു സ്പിരിച്വാലിറ്റിയുടെ എസൻസ് നൽകുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയി ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ബേസിലുള്ള വിശ്വാസത്തിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്കെല്ലാം എപ്പോഴും പെട്ടെന്ന് എന്തെങ്കിലും കാര്യം സാധിക്കൂ. അവനവനുള്ള ഊർജ്ജത ഈ ഓറയെ ഡെവലപ്പ് ചെയ്യാൻ ഇച്ചിരി മെനക്കെടണം, അല്ലെ അറിയാനായിട്ട് ഇറങ്ങിത്തിരിക്കണം. അത് പറ്റാത്തത് കാരണം അവരോട് ആരെങ്കിലും പറയും ഇന്ന സ്ഥലത്തൊരു സംഭവം ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര ധനം കിട്ടും, അല്ലെങ്കിൽ ഇന്ന പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പോയി സാധിക്കാനല്ലേ ആൾക്കാർ നോക്കുകയുള്ളൂ. ഇവരുടെ ഈ അന്ധമായ വിശ്വാസത്തെയാണ് കുബുദ്ധികൾ ചൂഷണം ചെയ്യുന്നത്. ഈ പെട്ടെന്നുള്ള ആഗ്രഹ സാധ്യതയെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഈ ചാത്തന്മാരുടെ അമ്പലങ്ങളൊക്കെ അധികം കണ്ടിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് കുറച്ചും കൂടി വളരെയധികം ഫെമിലിയറൈസ് ആയി, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ്, ഈ ചാത്തന്മാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ആർത്തി, അല്ലെങ്കിൽ പെട്ടെന്നെല്ലാം നടക്കണം എന്നുള്ളൊരു മോഹമാണോ ഈ ചാത്തന്മാരെ പോലെയുള്ള അല്ലെങ്കിൽ വിഷ്ണുമായകളെ പോലെയുള്ള ദൈവങ്ങളിലേക്ക് ആളുകൾ എത്തിക്കുന്നത്? യെസ്, അതായത് ഇതെല്ലാം തന്നെ ഒരു തരത്തിലുള്ള ട്രിഗർ ഫാക്ടറുകളാണ്. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കുക. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള സംസ്കാരം എന്താണോ അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്താണോ അതിനെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് പുറമേ നമ്മൾ ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റുകളുടെയും അല്ലെങ്കിൽ ഡെലിബറേഷൻസിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇതിൽ ഈ പണ്ട് തൊട്ടേ നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടു കേട്ട മനസ്സിലാക്കിയിരിക്കുന്നതിനകത്ത് ഇങ്ങനെയുള്ള ചില ദുരൂഹ ശക്തികൾ ഇവരെ പ്രീണിപ്പിച്ചാൽ എന്തും വീട്ടിൽ കൊണ്ട് തരും എന്നുള്ളൊരു കൺസെപ്റ്റ് കിടപ്പുണ്ട്. അവിടെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന കുട്ടിച്ചാത്തൻ സേവ. അപ്പോൾ ഈ കുട്ടിച്ചാത്തൻ സേവ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പം ഇവർ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഇനി ഇങ്ങനെ സേവയുള്ളവരെ അവരുടെ ദുഃഖം അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചാൽ, അവർക്ക് ദേഷ്യം വന്നാൽ ഈ ചാത്തൻ നമ്മളെ ആക്രമിക്കും. ഈ ഒരു പേടിപ്പെടുത്തലിലൂടെയാണ് പലപ്പോഴും ചാത്തൻ സേവയിൽ വൺസൊക്കെ ചെന്ന് പെട്ടുപോകുന്നവർ ഇനിയും തിരിച്ചു വരവില്ല. അതല്ല, ഇനി ഇവിടെ അവർ ചോദിച്ച ചില വഴിപാടുകളും കാര്യങ്ങളും അവിടെ സമർപ്പിച്ചില്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലും പെട്ടില്ലേ, ഇനി ചാത്തൻ വന്ന് നമ്മളെ ഉപദ്രവിക്കുമോ എന്ന് വിചാരിച്ച് ഉള്ളതെല്ലാം എടുത്ത് കൊടുക്കുന്നവരുമുണ്ട്. അപ്പോൾ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന നിഗൂഢമായിട്ടുള്ള വിശ്വാസങ്ങളുടെയൊക്കെ അടിസ്ഥാന തത്വം. അപ്പോൾ ഇതിൽ ഏത് ഒബ്ജക്റ്റ്, ഇപ്പം ചെറിയ ഒരു പെന്നിൽ നോക്കി അല്ലെങ്കിൽ ഈ ഒരു പേന എടുത്ത് നോക്കി പ്രാർത്ഥിച്ചാലും ഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും. ഇതൊരു ഒബ്ജക്റ്റാണ്. കാരണം നമ്മളെല്ലാം സാക്ഷാൽ ഗൗതമ ശ്രീ ബുദ്ധനൊക്കെ എങ്ങനെയായിരുന്നു, പ്രപഞ്ചത്തിലേക്ക് നോക്കിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിനിടയ്ക്കൊരു മീഡിയേറ്റർ വേണമെന്നില്ല, എന്നാൽ വേണ്ടവർക്ക് വേണം. അതൊരു അന്ധവിശ്വാസമല്ല. നമ്മളൊരു ഒബ്ജക്റ്റിൽ ബേസ് ചെയ്തിട്ട് ദൈവ സങ്കല്പത്തിൽ ഒരു വിഗ്രഹത്തിലോ അതേപോലെയുള്ള മോസ്കുകളായിക്കോട്ടെ, പള്ളികളായിക്കോട്ടെ, ക്ഷേത്രങ്ങളായിക്കോട്ടെ, അവിടെ പോയി ആരാധന നടക്കുന്നത് അന്ധവിശ്വാസമല്ല, ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ നടക്കുന്ന നമ്മുടെ എനർജി ചലിക്കുന്ന ഒരു വസ്തുവിലൂടെ മറ്റു വസ്തുവിനെ ചലിപ്പിക്കാൻ പറ്റും. ചലിക്കുന്നത് നിങ്ങളുടെ തോട്ട് എനർജിയാണ്.
ആ ബ്രെയിൻ ആക്ടിവേറ്റ് നിൽക്കുമ്പോഴാണ് ഈ ബ്രെയിനിലൂടെ കൊടുക്കുന്ന സങ്കല്പം പ്രപഞ്ചത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റ്. നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, എനർജി കനോട്ട് ക്രിയേറ്റഡ് നൈദർ ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു വൺസ് ടു അനദർ ഫോം, വൺ ഫോം ടു അനദർ ഫോം. അപ്പോൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവുള്ള തലച്ചോറുള്ള മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതിനെ എന്താ നമ്മുടെ ഉള്ളിൽ ഈ ജീവോർജ്ജത്തെ ഓറയെ ക്ലെൻസ്ഡ് ആണെങ്കിൽ ക്ലെൻസ് ആക്കി വെച്ചുകൊണ്ട് തന്നെ ചക്രകളെ ചാർജ് ചെയ്തുകൊണ്ട് എന്താണോ നമ്മുടെ ആവശ്യം അത് ട്രാൻസ്മിറ്റ് ചെയ്താൽ വൺസ് ടു അനദറിലേക്കാണെങ്കിൽ അത് തിരികെ വരുന്നു. അതിന് ഇടയ്ക്കൊരു മീഡിയേറ്റർ വേണമെന്നില്ല. എന്നാൽ ചിലർക്കൊരു മീഡിയേഷനിലൂടെ പറഞ്ഞാലേ മനസ്സിലാകും. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ അത് വേണം. പക്ഷേ എല്ലാവരും ആദ്യ കാലഘട്ടത്തിന് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സർക്കസ് കാണാൻ പോകുമ്പം ഒരു വളയം പിടിക്കും, ഒരു നായ വന്ന് ഓടി വന്ന് ചാടും പല പ്രാവശ്യം. അപ്പം വളയം കാണിക്കുമ്പോഴേ ഇപ്പം ചാടുന്നുള്ളൂ നായ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളയം ഇല്ലാതെ ചാടാം. തീർച്ചയായിട്ടും ഇതുപോലെയാണ് ഇതിൻ്റെ വിശ്വാസങ്ങളെല്ലാം അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഓറ ക്ലെൻസിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അങ്ങ് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ ഓറ ക്ലെൻസ് ചെയ്യണം, എനിക്ക് സ്വയമായി ചെയ്യാൻ സാധിക്കുമോ? പറ്റുമെങ്കിൽ അത് എങ്ങനെയാണ് സാധിക്കുക? ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെ ശുദ്ധവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു അത് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്കറിയാം. ചെറുപ്പം മുതൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുളിപ്പിച്ച് പരിചരിച്ചു, പിന്നീട് നമ്മൾ സ്വയം കുളിച്ചു, അത് നമുക്കറിയാം. പക്ഷേ ഈ അകത്തുള്ള ഇന്നർ ഫീൽഡിലുള്ള എനർജിയെ പറ്റി അവർക്കും അറിയില്ലായിരുന്നു, ധാരണയില്ല. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ശുചീകരിച്ച് നമ്മളെ പഠിപ്പിച്ചില്ല. എന്നാൽ ഇങ്ങനെയുള്ള സ്വാത്വികമായ തലത്തിലുള്ള ചിന്തിച്ച് അല്ലെങ്കിൽ ഡെയിലി ചിട്ടയോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ അറിവുകളൊക്കെ ഹൈഡ് ചെയ്യപ്പെട്ടിരിക്കുമായിരുന്നു പണ്ടേ. അതുകൊണ്ട് താഴേക്കിടയിലൊക്കെ എത്താതെ പോയത്. ആ ഒരു ക്ലെൻസിങ് സ്വയം നമ്മൾ ചെയ്യണം. അതിനുള്ള ഒരു പരിശീലനം സത്യത്തിൽ നമുക്ക് കൃത്യമായ രീതി എങ്ങൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ആ രംഗത്തുള്ളവർ കുറച്ച് ഇപ്പം പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മിൻസൊക്കെ ആണെങ്കിൽ അവർക്ക് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഇതേപോലെ ഗായത്രി മന്ത്രം ജപിക്കണമെന്നും അവരുടേതായ നിഷ്ഠകൾ. ഇപ്പം ഏത് മതങ്ങളിലാണേലും അതാത് മത ആചാര്യന്മാർ അവർ ചെയ്യേണ്ട ചില ക്രിയകൾ രാവിലെയോ അല്ലെങ്കിൽ നിശ്ചിത സമയത്ത് ചെയ്തിട്ട് വേണം സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു സർവീസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ഓറയിലേക്ക് മങ്ങലേറ്റ് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ശക്തി കിട്ടില്ല. അപ്പോൾ ഇത് നമുക്കിതറിയാത്തത് കാരണം മറ്റുള്ളവരെ നമ്മൾ സമീപിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്, അതറിയുന്നവരെ. എന്നാൽ നമ്മൾ തന്നെ ഇതൊക്കെ അറിഞ്ഞാൽ പോരെ, എളുപ്പമാണ്. നമുക്ക് കുറച്ച് തന്നെ പറഞ്ഞല്ലോ. ഒരു വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കൂ, നാമം ജപിക്കൂ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള സംരംഭങ്ങളിൽ പങ്കുകൊള്ളൂ. അതിന് നിയോഗിക്കപ്പെട്ട ആചാര്യന്മാരാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുക്കാനേ സാധാരണക്കാർക്ക് വിധി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പണ്ട്. പക്ഷെ ഇപ്പോൾ അതല്ല, അവനവൻ തന്നെ അവനവൻ്റെ എനർജി ഫീൽഡിനെ പോളിഷ് ചെയ്തെടുക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ശരീരശുദ്ധി പോലെ തന്നെ മനസ്സിൻ്റെ ശുദ്ധി തന്നെയാണ്. നമ്മൾ അധിവസിക്കുന്ന സ്ഥലത്തെ വിശുദ്ധി, ശുദ്ധി, സ്ഥിതി, അവിടെ സാന്നിധ്യവും സമൃദ്ധിയും ഉണ്ടാകും. എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക, വെട്ടി തെളിച്ച് റെഡിയാക്കി അല്ല പെയിൻ്റൊക്കെ അടിക്കണമെന്ന് പറയും. കാലാകാലങ്ങളിലുള്ള മെയിൻ്റെനൻസ്. വിശുദ്ധി, ശുദ്ധി അവിടെ ശുദ്ധമായിട്ട് പരിപാലിക്കണം. വിശുദ്ധി, ശുദ്ധി, സ്ഥിതി ടു ബി മെയിൻറ്റെയിൻഡ്. എല്ലാ ദിവസവും ശ്രദ്ധയോടെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ സാന്നിധ്യം ഉണ്ടാകുന്നു, സമൃദ്ധി ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ തന്നെ ഓറയുടെ കേസിലും നമുക്ക് ചെയ്യാനായിട്ട് അതിനാണ് നാമജപങ്ങളൊക്കെ സങ്കീർത്തനങ്ങളൊക്കെ. അത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ എനർജി എലിവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് ചലനം പോലും ഉണ്ടാകുന്നത്. കണ്ടല്ലേ, ഇത് നല്ല നാമസങ്കീർത്തനങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലെൻസിങ്ങിനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയും. ഭജൻസ്, എല്ലാ മതങ്ങളിലും ഭജൻസ് ഇല്ലേ. അപ്പോൾ ഭജൻസിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സാധാരണക്കാർക്ക് ഒരു മനസ്സിന് ഒരു ക്ലെൻസ് ചെയ്യാനുള്ള മെത്തേഡായതുകൊണ്ട് അതിലൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് കൂട്ടത്തോടെ പങ്കെടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ അങ്ങനെയുള്ള പ്രവൃത്തി കഴിഞ്ഞ് വരുമ്പോൾ വല്ലാത്തൊരു റിലീഫല്ലേ പലർക്കും കിട്ടാറുള്ളത്. അതാണ് ആശ്രമങ്ങളിലൊക്കെ മെയിനായിട്ട് കൂടുതലായിട്ട് കൊടുക്കുന്നത് എന്താ, ഈ പറയുന്ന ഭജൻസിനും കാര്യങ്ങളും പ്രാധാന്യം കൊടുക്കും. ഈ വിശ്വാസമില്ലാത്തവർക്ക് വരെ ഇഷ്ടമാണ്. കാരണം താളാത്മകമല്ലേ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത് ട്രിഗർ ചെയ്യും. എലിവേറ്റ് ചെയ്യുമ്പോൾ ഈ എനർജി മറ്റേ കോസ്മിക് എനർജിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഈ വ്യക്തിയിൽ വേറൊരു തരത്തിലുള്ള ഊർജ്ജ പ്രവാഹം ഉണ്ടാകും. അതിൻ്റെയാണ് ആ താളലയത്തിൽ ചലനം കൂടുതലുണ്ടാകുന്നത്. അതൊന്നാണ്. ഇനി അതുകൂടാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്, നമ്മളെപ്പോഴും ഒരു വണ്ടി ഓടിക്കാൻ ആഗ്രഹമുണ്ട്, ഡ്രൈവിങ് സ്കൂളിൽ പോകണ്ടേ. ഇനി ഡ്രൈവിംഗ് സ്കൂളിൽ പോകാതെയും നമുക്ക് പഠിക്കാം, നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ട്. പക്ഷേ റോഡിലൊക്കെ ഓടിക്കണമെങ്കിലൊക്കെ നമുക്കൊരു ഭയം ഉണ്ടാവും, അപകടം വരും. അപ്പോഴും ഈ പറയുന്ന ക്രിയാവിധികൾ ഏതെങ്കിലും നല്ല ഒരു ആചാര്യയിൽ നിന്നും നമ്മൾ അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ പല തത്വങ്ങൾ മനസ്സിലാക്കി നമ്മുടേതായ രീതിയിലുള്ള നിഷ്ഠ ചിട്ടപ്പെടുത്തണം. അത് ഡെയിലി നമ്മൾ ചെയ്യണം. അതിനെ പറയുന്നവരാണ് ഉപാസന. ഉപായം എന്ന് പറഞ്ഞാൽ അടുത്ത്, ആസനം ഇരുത്ത്, അടുത്തിരുത്തി
നമുക്ക് വേണ്ടി നമുക്ക് 24 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ട്. അതിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി ഉപാസന ചെയ്യണം. ഈ ഉപാസന ചിട്ടയോടുകൂടി ഡെയിലി ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ക്ലെൻസിങ് അടക്കുക. ഇനി നമുക്കിതറിയില്ലേ, ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേരണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെയൊക്കെ സെൻട്രൽ പലരും വന്നിട്ട് ഈ ഉപാസന ഈ ചിട്ടപ്പെടുത്താൻ വരും. അതായത് എങ്ങനെയാണ് ചക്രകൾ അല്ല എനർജിയെ പറ്റിയുള്ള വിന്യാസം എങ്ങനെയെന്ന് പഠിക്കുന്ന ആദ്യം. പഠിച്ച ശേഷം അതിനെ അവേക്കൻ ചെയ്യാനുള്ള ഒരു 6-7 സ്റ്റെപ്പ് അത് സ്വായത്തമായി കഴിഞ്ഞാൽ ഡെയിലി അത് വീട്ടിൽ ചെയ്യുക. ഒരു വെളുപ്പിനെ ഒരു 5-നും 6-നും ഇടയ്ക്ക് ഒരു 15-20 മിനിറ്റ് ഈ ഓരോ ചക്രകളെയും ആക്ടിവേറ്റ് ചെയ്യുന്ന വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. സത്യത്തിൽ നമ്മൾ ആലോചിച്ചാൽ ഇതൊക്കെ തന്നെ നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യിക്കുന്നുണ്ട്. ഉദാഹരണം, നമ്മൾ വിടുന്നു, നമ്മുടെ എനർജി ഫീൽഡിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള, പിന്നെ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുളിക്കുന്നു, പിന്നെ അകത്തേക്ക് സച്ചിന്തകൾ കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ ക്ലെൻസിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ജീവിതശൈലിയുടെ ഭാഗമാക്കിയിരിക്കുന്നതാണ്. അത് നമ്മൾ പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇത് ശാസ്ത്രീയമായിട്ട് പഠിച്ചാലോ നമുക്ക് തന്നെ നമ്മളിൽ ഇത് ചെയ്യാം.